പൂക്കളൊക്കെ ഉള്ള സ്ഥലം കണ്ടു. അപ്പം നൈസായിട്ടൊരു പിക്ക് എടുക്കാമെന്ന് വിചാരിച്ചു. ഫ്രെയിം നോക്കിയാൽ കുറച്ച് നൈസ് പിക്സ് കിട്ടിയിട്ടുണ്ട്. വേറൊരു സ്പോട്ട് കൂടെ മാപ്പിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് അങ്ങോട്ടൂടെ ഒന്ന് പോയി നോക്കാം. ഇത് നോക്കിയാൽ ഒരു രക്ഷയില്ല. ബാംഗ്ലൂർ പോകാത്ത വിഷമം ഇവിടെ തീർക്കാമെന്നൊക്കെ. അയ്യോ, എക്സ്പ്രസിന് ഇടയ്ക്ക് ഉണ്ടാകുന്ന പ്രശ്നം സ്റ്റാർട്ടാകുന്ന സമയത്ത് സ്റ്റാർട്ടാവാത്തൊരു ഫീല് എന്താണാവോ. ഐ ഹാവ് ടു ഫോക്കസ് മോർ ഓൺ ദ റോഡ്. മിക്കവാറും ഞാൻ സൈഡത്തെ വ്യൂ നോക്കി ഏതെങ്കിലും വണ്ടീനെ കൊണ്ട് ചാമ്പും. ഇപ്പോൾ നമ്മൾ മാപ്പിൽ വേറൊരു സ്പോട്ട് കാണിക്കുന്നുണ്ട്. അവിടെ ടിക്കറ്റ് എടുക്കേണ്ടതുകൊണ്ട് ഒന്നും തപ്പി നോക്കാമല്ലോ. അതാണല്ലോ നമ്മുടെ ഹോബി. തെണ്ടിത്തിരിഞ്ഞ് നടക്കുന്നതാണോടാ നിൻ്റെ ഹോബിന്ന്. എനിക്ക് വയ്യ. പള്ളീൻ്റെ മുമ്പിൽ ലൈനിൻ്റെ മേലൊരു എന്തേലും പറയുക, മുളമരം വീണ് എടുക്കണം. നേരത്തെ നമ്മൾ കണ്ടിരിക്കും. നേരത്തെ അതിൻ്റെ മേലെ വീണിട്ടായിരുന്നുള്ളത്. അപ്പോൾ അതാണ് KCB-കാർ ഫോൺ വിളിച്ച് കറണ്ടില്ല എന്ന് വിളിക്കാൻ സുഖം. അവരെടുക്കുന്ന പണി കുറച്ച് റിസ്കി ജോബാണ് കേട്ടോ. ഇങ്ങോട്ട് പോയാൽ ഇവിടേക്ക് എത്തുക പുഴയിലേക്കാ. അവിടെ പോകാൻ പറ്റുമോ? കുഴപ്പമൊന്നുമില്ല. ചായ അടിക്കാൻ വേണ്ടി എവിടെ വരെ വേണമെങ്കിൽ പോകും. അമ്മേ ഇപ്പം താഴണ്ട. ഒരു കല്ലിൻ്റെ മേലെ കൂടിയാണ് പോയെ. ഇവിടേക്ക് വണ്ടി ഇറക്കാവുമെന്നൊന്നും എനിക്കറിയില്ല. അധികം താഴോട്ട് ഇറക്കുന്നില്ല. വണ്ടി വെള്ളത്തിൽ ചാടിക്കാൻ താല്പര്യമില്ല. അപ്പോൾ നമ്മൾ എവിടെയാണെന്നൊന്നും എനിക്കറിയാൻ പാടില്ല. ഇത് കക്കയത്തിൻ്റെ ഉള്ളിൽ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കറിയാൻ പാടില്ല. എന്നാലും ലുക്ക് അറ്റ് ദ വ്യൂ. ഒരു രക്ഷയില്ലല്ലോ അല്ലേ. നമ്മളവിടെ മിസ്സായത് നമുക്കിവിടെ കിട്ടി. പുള്ളിക്കാരൻ പറഞ്ഞ വലിയ കുഴപ്പമൊന്നുമില്ല എന്നാണ്. പെടുത്തിയതാണോ അറിയില്ല. കുഴപ്പമില്ല, പെടട്ടെ. എന്തായാലും ഈ വ്യൂ കണ്ടിട്ടല്ലേ പെടുന്നത്. കുഴപ്പമില്ല, ഞാനതങ്ങ് സഹിച്ചോളാം. രസമുണ്ടല്ലേ. ഇവിടെ ആക്ച്വലി ഇവിടം വരെ വെള്ളം കയറും. ഡാം ആ ഭാഗത്തോട്ടാണ്. അപ്പോൾ ഏകദേശം മനസ്സിലാകുമല്ലോ. ഡാമൊക്കെ തുറക്കുമ്പോൾ അവിടെ ഫുള്ള് വെള്ളമായിരിക്കും മഴക്കാലത്തൊക്കെ. താഴോട്ടിറക്കണം. എന്നാൽ അവിടേക്ക് നടന്നു നോക്കാം. താഴോട്ട് എന്താ അവസ്ഥ. ഫുൾ ചാണകമുണ്ട്. നോക്കി നടന്നിട്ടില്ലെങ്കിൽ ചാണകം ചവിട്ടി തറയിൽ കിടക്കും. ഇല്ല, അവിടെയൊക്കെ നല്ല കട്ടച്ചളിയാണ്. ഇറക്കിയ സീനാണ്. ഇവിടെയൊക്കെ ആർക്കും ഇറങ്ങിയ വഴികളല്ലേ. എന്നവിടെ ഉണ്ടോ എൻ്റെ മോനെ? അടിപൊളി. അയ്യോ, താഴെ കിടന്നേരെ. അവ്യൂ നോക്കിയാൽ ലവ് ഒന്നും ഒരിക്കാളുടെ ലവൊക്കെ ഉപകാരമുള്ള സാധനമാണ് മോനെ. അത് കിട്ടിയില്ലെങ്കിലേ അത് നോക്കിയേ. നമുക്ക് ആവശ്യമുള്ള പിക്സൊക്കെ കിട്ടിയിട്ടുണ്ട്. എന്തായാലും ഇവിടുന്ന് എസ്കേപ്പ് ഇടാം. ഇവിടെയൊക്കെ വെള്ളം വരുന്ന സ്ഥലമാണ്. നല്ല ഒഴുക്കുണ്ട്. നല്ല ഒഴുക്കെന്ന് പറഞ്ഞാൽ നല്ല ഒഴുക്കുണ്ട്. നമുക്കെന്തായാലും ആ ഭാഗത്തിരുന്ന് ഒരു കട്ടണം പോലെ അടിച്ചിട്ട് ഇവിടുന്ന് എസ്കേപ്പ് ഇടാം. വെള്ളം നോക്കിയാൽ നല്ല വെള്ളം. ആരും കട മൂത്ര വയ്ക്കുന്നില്ലായിരിക്കും. എൻ്റെ മോനെ എന്ത് തണുപ്പാ. നല്ല തണുപ്പുണ്ട്. 2 ഗ്ലാസ് എടുത്തത് നന്നായി. എപ്പോഴും 2 ഗ്ലാസ് എടുക്കാറ്. 2 ഗ്ലാസ് ആക്ച്വലി നല്ലൊരു തീരുമാനം. എന്നാലും അവൻ ഇവിടെ എങ്ങാനും ടൈം ലാപ്സ് എടുക്കാൻ വെക്കട്ടെ. അയ്യോ, ചായ ഒഴിക്കാൻ മറന്നുപോയി. അപ്പം ചായ കുടിച്ചിട്ട് ബാക്കി കാണാം. യു ഗൈസ് എൻജോയ് ദ ടൈം ലാപ്സ്. അവിടെ നോക്കിയാൽ പോത്തൊക്കെ ഉണ്ട്. പോത്തോ എരുമയോ എന്താ അത്? എരുമയല്ലേ? പടച്ചോനറിയാം. എന്തായാലും മേന്ന് പറഞ്ഞിട്ട കാര്യമാണ്. ഈ സ്പോട്ട് അടിപൊളിയാണ്. ഈ സ്പോട്ടിലേക്ക് പ്രോപ്പർ ലൊക്കേഷൻ ആർക്കും ഞാൻ കാണിച്ചു തരില്ല. വേറെ ഒന്നും ഉണ്ടായിട്ടില്ല. ഇത് ഇതുപോലെ തന്നെ കിടക്കണം. അതുകൊണ്ടാണ്
എൻ്റെ ഒരു ആഗ്രഹമാണ് ഒരു സ്ഥലമെങ്കിലും പ്ലാസ്റ്റിക് ഇല്ലാതെ കിടക്കണമെന്ന്. പ്ലാസ്റ്റിക് ഉണ്ട്, ബട്ട് 2 or 3 പ്ലാസ്റ്റിക്, അതും ഇവിടെയുള്ള ആൾക്കാർ മാത്രം വരുന്ന സ്ഥലമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. സോ എനിവേ, ദിസ് ഇസ് ദ എൻഡ് ഓഫ് ദ വീഡിയോ. എല്ലാവർക്കും കണ്ടന്റ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. കുറച്ച് ശോകമാണെങ്കിൽ കമൻറ്റിലിടുക, രസമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക. അപ്പോൾ എനിവേ, താങ്ക് യു ഫോർ വാച്ചിങ്. ലൈക്ക് ദ വീഡിയോ, ഷെയർ ദ വീഡിയോ, സബ്സ്ക്രൈബ്. ഗുഡ് ബൈ. അമ്മച്ചേ, നടുപിടിഞ്ഞ്.